ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. സാബത്തെന്ന വിശുദ്ധ ദിനം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള ചരാചരങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ത്രിയേക ദൈവം താൻ ചെയ്ത ജോലിയൊക്കെയും തീർത്ത ശേഷം പ്രവൃത്തിയിൽ നിന്നും വിരമിച്ച് വിശ്രമിക്കുന്ന 7-ാം ദിവസം, താൻ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയ 7-ാം ദിവസം, സാബത്ത് ദിവസം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്. കർത്താവിന് വിശുദ്ധമായ, കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ദിവസമായി വേർതിരിച്ച ദിനം. പിതാവായ ദൈവവും ദൈവത്തിൽ നിന്നുള്ള ആത്മാവും വചനമായ പുത്രൻ തമ്പുരാനും ഒരുമിച്ച് സൃഷ്ടിച്ച് വിശ്രമിച്ച ദിവസം. അങ്ങനെ ഈ ഒരു ദിവസത്തെ വേർതിരിച്ച തൃത്വൈക ദൈവത്തിലെ വിശുദ്ധ പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മോട് കൂടി ആയിരിക്കുന്ന സമയം അവൻ പറയുകയാണ്, താൻ സാബത്തിൻ്റെയും കർത്താവാണ് എന്ന്. അതെ, സാബത്തിനെ വിശുദ്ധ ദിനമായി വേർതിരിച്ച സാബത്തിൻ്റെ ഉടയവൻ വിശുദ്ധ ദൈവം. ആ ഉടയവനോടാണ് ഫരിസേയരിൽ ചിലർ ചോദിക്കുന്നത്, സാബത്തിൽ നിഷിദ്ധമായത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള എഴുന്നള്ളി വരവിൻ്റെ സമയം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ മതപ്രമാണിമാരും ഫരിസേയരും. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വചനത്തിന് മുൻപ് യേശു പറഞ്ഞ 2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. യേശു പറയുകയാണ്, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് എന്നും, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ് എന്ന ആ തിരുവചനം. നമുക്കറിയാം, ഒരു ദേവാലയം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ ആ ദേവാലയത്തിൽ ഉണ്ടാകേണ്ട ദൈവം ഇവിടെ അവരുടെ സന്നിധിയിൽ നിൽക്കുന്നു, അവരോട് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഫരിസേയർ. ആ ദൈവം ആഗ്രഹിക്കുന്നത് മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും തുടർച്ചയായ ബലികളും അല്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും, യഥാർത്ഥ ദൈവമതം ബലിയുടെ മതമല്ല കാരുണ്യത്തിൻ്റെ മതമാണ് എന്നും, ഏറ്റവും വലിയ നിയമം അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ നിയമമാണ് എന്നും പറഞ്ഞു തരുന്ന യേശു. ആ വാക്കുകൾ പലയുരി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും, പലതവണ നമ്മളത് കേട്ടിട്ടുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിനും കാരുണ്യത്തിനും മുൻഗണന കൊടുക്കുവാനും സാബത്തിൻ്റെയും സൃഷ്ടാവായ യേശു പ്രഖ്യാപിക്കുന്ന കൽപ്പന പോലെ ദൈവരാജ്യത്തിലെ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ദൈവത്തെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുവാനും അയൽക്കാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.